സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് കൂടി ഭയങ്കര ഷോപ്പിംഗ് ആണല്ലോ. നിന്റെ ആ പഴയ പിശുക്കൊക്കെ അങ്ങ് മാറിയോ? പിടിച്ചോ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓക്കെ? ഇത്രയും വില കുറവോ? ഓട്സിന് ഇത്രേ ഉള്ളൂ, ഇതിനൊക്കെ ഇത്രേ ഉള്ളൂ, ഷാംപൂന് ഇത്രേ ഉള്ളൂ, കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. അവണൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടെത്തിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പുലിയുടേതാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവും മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവണൂർ പഞ്ചായത്തിലെ തെങ്ങാലൂർ ഭാഗത്ത് പുലിയുണ്ട് എന്ന് കിട്ടിയ വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുടെ നിന്ന് വിവരം കിട്ടിയതനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് പരിശോധന നടത്തി. ഇത് കണ്ടു എന്ന് പറയുന്നവരുടെയും ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്നും അതുപോലെ കാൽപ്പാടുകളും പരിശോധിച്ചപ്പോൾ പുലിയുടേതായിട്ടുള്ള വ്യക്തമായ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ്. കാരണം പുലി ഇങ്ങനെ ഈ പ്രദേശത്ത് ഇറങ്ങിയതായിട്ട് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രദേശവാസികളാരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല. വലിയ കാട്ടുപൂച്ചയാവാനാണ് സാധ്യതയെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പട്ടിക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വൈ.എം. സുധീർ പറഞ്ഞു. ആളുകളെ ഭീതിയിലാക്കുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ നിന്നും ആളുകൾ പിന്മാറണമെന്നും അവർ വ്യക്തമാക്കി. പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ബീറ്റ് ഓഫീസർ പോൾസൺ സ്റ്റീഫൻ അവണൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ശോഭന, പഞ്ചായത്ത് അംഗം CB ഷിബു എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.